എൻ്റെ റമദാനിലെ ഒരു ദിവസം എങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ജനലൊക്കെ ഒന്ന് നീക്കിയിടുക. കാരണം എനിക്ക് കുറച്ച് വെട്ടമൊക്കെ കയറാനാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫുൾ അങ്ങനെ ഇരുണ്ട് മൂടി കിടക്കുന്ന തീരെ ഇഷ്ടമല്ല. അതിനുശേഷം പിന്നെ ഹൈസൂനെ എണീപ്പിക്കലാണ്. ഹൈസൂനെ എണീപ്പിച്ചപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. അവൻ എണീറ്റ് നിന്ന് 10-20 കഴിഞ്ഞപ്പോഴായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാത്രി നല്ലോണം എണീക്കുന്ന ഒരു ശീലമുണ്ട്. ചിലപ്പോൾ ഡയപ്പറൊക്കെ നിറഞ്ഞിട്ടായിരിക്കും എണീക്കാറ്. പക്ഷെ അങ്ങനെ വരാത്തയാണ്. പക്ഷെ ഇപ്പം എന്തോ അങ്ങനെയാണ് ഇപ്പോഴത്തെ അവൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത്. കുറച്ച് ദിവസമായിട്ട് ഇപ്പം അങ്ങനെയാണ്. അതുകൊണ്ട് ആളിപ്പോൾ ഇച്ചിരി ലേറ്റാണ് എണീക്കാനായിട്ട്. അതിന് മുന്നേ കുറച്ചുകൂടി നേരത്തെ എണീറ്റുകൊണ്ടിരുന്നതായിരുന്നു. പിന്നെ അവന് ക്ഷീണമല്ലേന്ന് വെച്ചിട്ട് എണീപ്പിക്കാനും നിന്നില്ല. പിന്നെ അതിനുശേഷം ഷീറ്റൊക്കെ ഒന്ന് മാറ്റുകയാണ്. എണീറ്റ് കഴിഞ്ഞാൽ ഐസിന് ബ്രഷ് ചെയ്യിക്കലാണ് അടുത്ത ടാസ്ക്. അവനിപ്പോൾ തരത്തേ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മുന്നേ ആകുമ്പോൾ എനിക്ക് തരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവനങ്ങനെ തേച്ച് കൊടുക്കാനും സമ്മതിക്കത്തില്ല. അവന് സ്വന്തമായിട്ട് തേക്കണം. പിന്നെ അതിനുശേഷം ഞാനൊന്ന് ബ്രഷ് ചെയ്യിപ്പിച്ച് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കലാണ്. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹസ്ബൻഡ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ എന്ത് കറിയാണ് ഉണ്ടാക്കിയെന്ന് നോക്കുവാണ്. അപ്പോൾ നല്ല വെണ്ടയ്ക്ക മെഴുക്കും അതേപോലെ മീൻ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സംഭവം നേരത്തെ നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്ക് ഈ ചോറിനോടുള്ള കറികൾ വെച്ച് വയ്ക്കും. കാര്യം എന്ന് വെച്ചാൽ ഉമ്മാക്ക് വൈകുന്നേരം നോമ്പ് മുറിച്ച് കഴിഞ്ഞാൽ ചോറ് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ വെക്കും. കാപ്പി അതുപോലെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ 4 മണിക്ക് ശേഷം മാത്രമേ നമ്മൾ കിച്ചണിൽ കയറത്തുള്ളൂ. ഇത് ഞാൻ മുന്തിരി ഒന്ന് ജ്യൂസ് ആക്കാമെന്ന് കരുതിയിട്ട് നേരത്തെ ഒന്ന് അത് വേവിച്ച് വെക്കുകയാണ്. ഇന്നപ്പോൾ പത്തിരിയും കോളിഫ്ലവർ കറിയും വെക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ഇത് അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ട് നമ്മൾ ഇവിടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ റൈസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബ്രാൻഡ് വാങ്ങിച്ച് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. സംഭവം കൊള്ളായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനാണിത് പ്രിപ്പയർ ചെയ്തത്. സംഭവം പത്തിരിയാണ് ഉദ്ദേശിച്ചതെങ്കിലും അത് ഒരട്ടിയായിട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കോളിഫ്ലവറൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. ഇതെനിക്ക് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ 1 രൂപയുടെ ഒരു ഓഫറിൽ കിട്ടിയ കോളിഫ്ലവറാണ്. ഇത് 1 രൂപയാണെന്ന് നിങ്ങൾ കണ്ടാൽ വിശ്വസിക്കുക. കാരണം നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന കോളിഫ്ലവർ പോലും ഇത്രയും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടത്തില്ല. പിന്നെ അടുത്തായിട്ട് നമ്മൾ മാവ് കിണ്ടി വെക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഒരാളുടെ ഹെൽപ്പ് കൂടെ വേണം. കാരണം നമ്മൾ ഈ കിണ്ടുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഒരാൾ മാവ് തട്ടി തന്നാൽ എൻ്റെ കേസിൽ എങ്ങനെയാണ് കിട്ടും. ഇത് പിന്നെ വലിയ പാക്കറ്റ് കൂടെ ആയതുകൊണ്ട് വെയിറ്റ് താങ്ങത്തില്ല. അതേസമയം നമുക്ക് മാവ് സെറ്റാവോ എന്നൊരു ഡൗട്ട് കൂടെ വരും. അപ്പോൾ അതൊക്കെ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ കോളിഫ്ലവർ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിലോട്ട് ഇടുകയാണ്. അപ്പോൾ നമുക്കിന്ന് കോളിഫ്ലവർ ഫ്രൈയും ചെയ്യണം. അതേപോലെ കുറച്ച് കറിയാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മൊത്തം എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ റവ കഞ്ഞിയാൻ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അത് നോക്കിയപ്പോഴത്തേക്ക് പാല് കുറവായിരുന്നു. അങ്ങനെ അപ്പം തന്നെ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഇതാ എൻ്റെ മോൻ ഇവിടെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കയ്യിൽ നല്ല നിറച്ച് കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് നോമ്പ് മുറിക്കാനുള്ള ഐറ്റംസ്. അപ്പോൾ ഒരു സൈഡിൽ കൂടെ അനിയത്തി അവളുടെ വ്ളോഗിന് വേണ്ടിയിട്ടുള്ള ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഞാൻ ഹൈസിന് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കഴുകിയൊക്കെ എടുത്തിട്ട് പിന്നെ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരട്ടിയും അതേപോലെ ഫിഷ് കറിയും കോളിഫ്ലവറും കൂടെ ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു വ്ളോഗ്. അടുത്ത വീഡിയോയിൽ കാണുന്നത്.